ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ഉലുവ ആരോഗ്യത്തിന് ഏറെ നല്ലതാണെന്ന് ഈ ഒരുമാതിരിപ്പെട്ട മലയാളികൾക്ക് കംപ്ലീറ്റ് അറിയാം. പക്ഷേ ഉലുവ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നോ ഉലുവയുടെ ഗുണങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതെന്നോ പലർക്കും അറിയത്തില്ല. അതുകൊണ്ട് എന്താ ചെയ്യുന്നതെന്നറിയോ? ഉലുവ ആൾക്കാർ കൂടുതലായിട്ട് കറികളിലൊക്കെ ചേർക്കാറുണ്ട്. കൂടാതെ ഉലുവ ഇട്ട് വെള്ളം തിളപ്പിച്ച് വെള്ളം കുടിക്കാറുണ്ട്. എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉലുവയുടെ ആരോഗ്യ ഗുണം കിട്ടുമെന്ന് ചോദിച്ചാൽ പാടാണ്. ചിലർ ഉലുവ ഈ വറുത്ത് പൊടിച്ചിട്ട് പൊടിയാക്കി ചിലപ്പോൾ ഫുഡിനകത്തെല്ലാം ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഉലുവ എങ്ങനെയാണ് പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയുന്നതിന്, നമുക്ക് ഈ വ്യായാമം ചെയ്യുന്ന സമയത്ത് വളരെ പെട്ടെന്ന് വണ്ണം കുറയുന്നതിന് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഉലുവയ്ക്കകത്ത് പ്രധാനമായിട്ട് ഇതിനകത്തുള്ള ആൻറ്റി ഓക്സിഡൻസ്, ആൽക്കലോയിഡ്സ്, ഫ്ലാവിനോയിഡ്സ് അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഇതിനകത്തൊരു ടൈപ്പ് സാപ്പോനിൻസ് അടങ്ങിയിട്ടുണ്ട്. ഇവയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്ന്, ഇത് നമ്മളെ ഇൻസുലിൻ മെറ്റബോളിസത്തെ മെച്ചമാക്കുന്നു. അതായത് നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് വണ്ണം വയ്ക്കുന്നതിനും ശരീരത്തിൽ കൊഴുപ്പ് കൂടുതൽ അടിഞ്ഞുകൂടുന്നതിനും കാരണം നമ്മുടെ പാൻക്രിയാസ് ഓവറായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടും ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥകളുണ്ട്. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുന്നതിന് ഉലുവയ്ക്ക് കഴിവുണ്ട്. അതുകൊണ്ടാണ് ഉലുവ കഴിക്കുന്നത് നല്ലതാണ്. ഈ ഷുഗറൊക്കെ നോർമലാകുമെന്ന് പറയുന്നത്. ഷുഗർ കുറയ്ക്കുന്നതിന്, പ്രത്യേകിച്ച് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന് നമുക്ക് ഈ ഉലുവ കഴിക്കുന്നത് നല്ലതാണ്. എന്നാൽ വണ്ണം കുറയുന്നതിന് വേണ്ടി ഉലുവ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞുതരാം. ഇതിനകത്ത് ഇറങ്ങിയിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ, ഒരു ടൈപ്പ് സാപ്പോനിൻസ് അടങ്ങിയിട്ടുണ്ട്. ഈ സാപ്പോനിൻസ് നമ്മൾ വ്യായാമം ചെയ്യുന്നവർ, പ്രത്യേകിച്ച് റെസിസ്റ്റൻ്റ് എക്സസൈസ് ചെയ്യുന്നവരിൽ വളരെ പെട്ടെന്ന് കൊഴുപ്പ് കത്തിപ്പോകുന്നതിനും മസിൽ മസിൽ മാസ് കൂടുന്നതിനും സഹായിക്കുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ ഇപ്പം മെലിഞ്ഞിരിക്കുന്ന ശരീരപ്രകൃതിയുള്ള ആൾക്കാർക്ക് നമ്മൾ വ്യായാമം ചെയ്ത് മസിൽ വയ്ക്കുന്ന സമയത്ത് ഈ മസിൽ വർദ്ധിക്കുമ്പോൾ, മസിൽ വോളിയം കൂടുന്ന സമയത്ത് അവരുടെ ശരീരത്തിലുള്ള മെറ്റബോളിസം വർദ്ധിക്കുന്നു. ഈ ബേസൽ മെറ്റബോളിക് റേറ്റ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ആവശ്യമില്ലാതെ കൊഴുപ്പായിട്ട് സ്റ്റോർ ചെയ്യാതെ പെട്ടെന്ന് തന്നെ ഊർജ്ജമായിട്ട് മാറും. ശരീരത്തിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള കൊഴുപ്പും പെട്ടെന്ന് കൺവേർട്ട് ചെയ്ത് ഊർജ്ജമാക്കി മാറും. അങ്ങനെയാണ് സാധാരണ ഈ ആൾക്കാർക്ക് വണ്ണം കുറയും. ഇപ്പോൾ വ്യായാമമൊക്കെ ചെയ്യുമ്പോൾ വണ്ണം കുറയുന്നത്. ഇത് റെസിസ്റ്റൻ്റ് എക്സസൈസ് ചെയ്യുന്നവർക്കാണ് കൂടുതലായിട്ട് ബെനിഫിറ്റിലാകുന്നത്. ഇപ്പോൾ ഒരു പ്രായം കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ, നടക്കാൻ പോകുന്നവരോ ഓടാൻ പോകുന്നവരോ ആണെങ്കിലും അവർക്ക് ഉലുവ നല്ലതാണ്. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നുള്ളത് പറഞ്ഞുതരാം. പ്രധാനമായിട്ടും ഇത് ഈ ശരീരത്തിലുള്ള കൊഴുപ്പിനെ വളരെ പെട്ടെന്ന് കൂടുതലായിട്ട് കത്തിച്ച് കളയുന്നത് സഹായിക്കുകയും ചെയ്യും. ഷുഗർ മെറ്റബോളിസം നോർമലാക്കുകയും ചെയ്യും. അതിനുവേണ്ടി കഴിക്കേണ്ടത്, വ്യായാമം ചെയ്യുന്നതിന് തൊട്ട് മുൻപോ അല്ലെങ്കിൽ വ്യായാമം ചെയ്ത് കഴിഞ്ഞ ഉടനെയോ ഉലുവ പേസ്റ്റ് രൂപത്തിൽ കഴിക്കണം. അളവ് പറഞ്ഞുതരാം. ഏകദേശം 5 മുതൽ 15 ഗ്രാം വരെ നമ്മൾ ഉലുവ ഉപയോഗിക്കാവുന്നതാണ്. അതായത് 1 ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ വരെ. ഉലുവയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ഭയങ്കര കയ്പ്പാണ്. പലപ്പോഴും വെറും വയറ്റിൽ ഉലുവ പേസ്റ്റ് ആക്കിയിട്ട്, അതായത് നന്നായിട്ട് കുതിർത്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അത് അരയ്ക്കാൻ പറ്റും. നമുക്ക് സ്പൂൺ കൊണ്ട് തന്നെ ഇതിനെ അരച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെ അരച്ച പേസ്റ്റാണ് നമുക്ക് കഴിക്കേണ്ടത്. നമ്മൾ പലരും ഈ ഉലുവ ഗുണം കിട്ടുന്നതിന് വേണ്ടി ഉലുവയിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഗുണമില്ല എന്നുള്ളതാണ് വാസ്തവം. എപ്പോഴും നല്ലത് ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിനകത്ത് ഉലുവ ഇട്ട് നന്നായിട്ട് കുതിർത്തതിന് ശേഷം ആ വെള്ളം കളയേണ്ട, വെള്ളം കുടിക്കുകയും ചെയ്യാം. അതോടൊപ്പം ഉലുവ നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ആ പേസ്റ്റ് കഴിക്കുകയും വേണം. വ്യായാമം ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നിങ്ങൾ ഇത് കഴിക്കണം. ഒരു 15 ഗ്രാം ഉലുവയുടെ പേസ്റ്റ് കഴിക്കുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, രാവിലെ വെറും വയറ്റിലൊക്കെ ആണെങ്കിൽ വല്ലാത്ത കയ്പും വയറിന് ഇറിറ്റേഷനും മനം പുരട്ടലും ഓർക്കാനും ഒക്കെ അനുഭവപ്പെട്ടു എന്ന് വരാം. ഇത് മറികടക്കുന്നതിന് വേണ്ടിയിട്ട് റോബസ്റ്റ പഴമില്ലേ, വളരെ എളുപ്പം. പ്രത്യേകിച്ച് വ്യായാമമൊക്കെ ചെയ്യുന്നവർ അത്യാവശ്യം ഭക്ഷണം എന്ന രീതിക്ക് റോബസ്റ്റ പഴം കഴിക്കാറുണ്ട്. റോബസ്റ്റ പഴം എടുത്ത് നടുക്കിങ്ങനെ കീറുക. നടുക്ക് നീളത്തിന് കീറിയതിന് ശേഷം അതിനകത്ത് നിങ്ങൾ ഈ ഉലുവയുടെ പേസ്റ്റ് നിറയ്ക്കുക. ഈ ഒരു 15 ഗ്രാം ഉലുവയുടെ പേസ്റ്റ് നിറച്ചതിന് ശേഷം നിങ്ങൾ കഴിക്കുക. റോബസ്റ്റ പഴത്തിൻ്റെ കൂടെ ആയതുകൊണ്ട് വലിയ കയ്പോ വലിയ ചവർപ്പോ ഒന്നും അറിയത്തില്ല. വയറിനും വലിയ പ്രോബ്ലം ഉണ്ടാകത്തില്ല. ഇങ്ങനെ നിങ്ങൾക്ക് വ്യായാമത്തിന് തൊട്ട് മുമ്പേ അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന സമയത്തോ ഉലുവ പേസ്റ്റ് രൂപത്തിൽ കഴിക്കാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ വ്യായാമം കഴിഞ്ഞ ഉടനെ ഇമ്മീഡിയറ്റ്ലി കഴിക്കാവുന്നവരാണ്. ചിലർ വ്യായാമത്തിന് മുമ്പ് 2 മുട്ട കഴിക്കാറുണ്ട്. മുട്ട കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ട കീറിയിട്ട് അതിനകത്ത് നിങ്ങൾ ഈ ഉലുവയുടെ പേസ്റ്റ് വെച്ചിട്ട് അങ്ങ് കഴിച്ചു കഴിഞ്ഞാലും ഇതിൻ്റെ ബുദ്ധിമുട്ടും അറിയത്തില്ല. വയറിനകത്ത് വലിയ മനം പുരട്ടുള്ള ബുദ്ധിമുട്ടോ അനുഭവപ്പെടത്തുമില്ല. ഈ ഒരു രീതിക്ക് നിങ്ങൾ ഉലുവ റെഗുലറായിട്ട് ആഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിലും കഴിക്കുന്നത് നിങ്ങളുടെ മസിൽ വോളിയം കൂടുന്നതിനും നിങ്ങളുടെ കൊഴുപ്പ് വളരെ പെട്ടെന്ന് കത്തിപ്പോകുന്നതിനും സഹായിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കൊഴുപ്പാക്കി സ്റ്റോർ ചെയ്ത് വീണ്ടും വണ്ണം വയ്ക്കുന്നതിന് വലിയൊരു അളവ് വരെ ചെറുക്കാനും സാധിക്കും. അപ്പോൾ ഉലുവ കഴിക്കുന്നതുകൊണ്ട് എങ്ങനെയാണ് വണ്ണം കുറയുന്നതെന്നും ഉപയോഗിക്കേണ്ട രീതിയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് എല്ലാ മലയാളികളുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.